അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ പരിശുദ്ധമായ യൗമുൽ ജുമ വെള്ളിയാഴ്ച ദിവസമാണ്. അതിനാൽ തന്നെ വെള്ളിയാഴ്ചത്തെ ദിവസത്തിന്റെ ഒരുപാട് പ്രത്യേകതകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും വെള്ളിയാഴ്ചയിൽ നമുക്ക് ലഭിക്കുന്ന സുന്നത്തുകൾ, നേട്ടങ്ങൾ എന്തൊക്കെ, അതിനെ കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. അത് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രിയപ്പെട്ടവരെ, എത്ര ആളുകളുണ്ട് യൗമുൽ ജുമ വെള്ളിയാഴ്ചക്ക് വേണ്ടിയിട്ട് സുന്നത്ത് കുളിക്കുന്നവർ? ഒന്നാമത്തെ സുന്നത്ത് എന്താണ്? വെള്ളിയാഴ്ചക്ക് വേണ്ടിയിട്ട് നിയ്യത്ത് ചെയ്തിട്ട് സുന്നത്ത് കുളിക്കലാണ് ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, പള്ളിയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് സുഗന്ധം പൂശലാണ്. രണ്ട്. മൂന്നാമത്തത്, ഉള്ളതിൽ നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ തനി വെള്ള വസ്ത്രം ധരിക്കലാണ്. മൂന്ന്. നാലാമത്തത് എന്താ? നമ്മൾ പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ജുമ അത് ശ്രദ്ധാപൂർവം നമ്മൾ കേൾക്കാൻ വേണ്ടി തയ്യാറാവണം. നാല്. ഈ ഖുതുബ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ളുഹുർ 4 റക്അത്ത് നമസ്കരിക്കുന്നില്ലേ, അതിന് പകരമായിട്ടാണ് ഈ 2 റക്അത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഡിസ്കൗണ്ട് ചെയ്ത് തന്നിക്കണ്. അതിനാൽ ഈ ളുഹുർ നമസ്കാരത്തിന്റെ സ്ഥാനത്താണ് ഈ ഖുതുബ എന്ന് പറയുന്നത്, ജുമ നമസ്കാരം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ സംസാരിക്കാതെ ശ്രദ്ധാപൂർവം അത് നമ്മൾ കേൾക്കാൻ വേണ്ടി തയ്യാറാവണം. അഞ്ചാമത്തത് എന്താണ്? സൂറത്തുൽ ഖൗഫ് പാരായണമാണ്. അത് ഞാൻ നിത്യേന നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നതാണ്. അതിനാൽ തന്നെ സൂറത്തുൽ ഖൗഫ് പാരായണം ചെയ്യുന്നവർ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ദിവസം ഈ സൂറത്തുൽ ഖൗഫ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഒരാഴ്ചത്തേക്ക് സംരക്ഷണമാണ്. അള്ളാഹുവിന്റെ മാലാഖന്മാരുടെ സംരക്ഷണം നമ്മളിൽ ഉണ്ടാകും. അതിനാൽ തന്നെ പൈശാചികമായ ഷെറിൽ നിന്നാണെങ്കിലും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ വിഷമങ്ങളിൽ നിന്നെല്ലാം കാവൽ ലഭിക്കാൻ സൂറത്തുൽ ഖൗഫ് കാരണമാണ്. ഏഴാമത്തത് എന്താണ്? നമ്മൾ ദാനധർമ്മം ചെയ്യുക. ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഓഹരി ദാനധർമ്മം ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. എട്ടാമത്തത് എന്താണ്? എട്ടാമത്തത്, വെള്ളിയാഴ്ചക്ക് ദുആക്ക് ഇജാബത്തുള്ള ഒരു നേരമുണ്ട്. അൽഹംദുലില്ലാ, അത് നമ്മൾ പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും ഈ ദുആക്ക് ഇജാബത്തുള്ള നേരം മഹാന്മാർ അസർ നമസ്കാരത്തിന്റെ ശേഷമാണെന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ നമ്മൾ ദുആക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ദുആയിൽ എൻഗേജഡ് ആകണം. പ്രിയപ്പെട്ടവരെ, ജുമയുടെ സമയത്ത് പള്ളിയിൽ ഒരു 10 മിനിറ്റ് പോലും നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ജുമ നമസ്കരിക്കുന്നത് കൊണ്ട് എന്താണ് നേട്ടമുള്ളത്? അതിനാൽ തന്നെ തീർച്ചയായിട്ടും അൽഹംദുലില്ലാ ഈ